ശ്രീകുമാർ മനയിൽ മാധ്യമപ്രവർത്തകൻ നമുക്കുണ്ട്. ശ്രീകുമാർ മനയിൽ, മുരളീധരൻ പറയുന്നു എം പിമാരാരും ഇങ്ങോട്ടേക്ക് മത്സരിക്കാൻ വരേണ്ടതില്ല, അതിന് പാർട്ടിക്കൊരു ധാരണയുണ്ട് എന്ന് മുരളി പറയുമ്പോൾ അത് അത്തരം ആഗ്രഹം പുലർത്തുന്നവർക്കുള്ള കൃത്യമായ സന്ദേശമാണ്. കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശാണ് ചിലർക്ക് ആഗ്രഹമുണ്ട് എന്ന കാര്യം അദ്ദേഹം തുറന്നു സമ്മതിച്ചത്. അപ്പോൾ മുരളി പറയുന്ന യഥാർത്ഥത്തിൽ ഇവിടെ സംസ്ഥാനത്തെ ഒരു നേതൃത്വത്തിൻ്റെ മനസ്സുകൂടി അറിഞ്ഞ് നിങ്ങളാരും ഇനി ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഒരു പുതിയ ടീം ഉണ്ടാകുമെന്ന ഒരു അഭിപ്രായം പങ്കുവെക്കൽ തന്നെയല്ലേ മുരളി പറയുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ? അല്ല, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എം പിമാർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, എം പിമാർ ഇതിനു മുമ്പ് എം എൽ എമാരെയും മത്സരിച്ചിട്ടുണ്ട്, എം എൽ എമാർ ഇതിനു മുമ്പ് എം പിമാരായാൻ വേണ്ടിയും മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉയർത്തിവിടേണ്ട ആവശ്യം കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. കാരണം നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒട്ടനവധി എം പിമാർക്ക് താല്പര്യമുണ്ടെന്നുള്ള കാര്യം രഹസ്യമല്ല അത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഈ പറയുന്ന പോലെ പുതിയ ടീമിനെ ഉൾപ്പെടുത്തണം, പുതിയ ടീമിനെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പുതിയ ടീമിനെ അണിനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗം കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അവരാണ് എം പിമാർ വരണ്ടായെന്ന് ആഗ്രഹിക്കുന്നത്. അത് ശരിക്കും ഈ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകളാണ് പുതിയ ടീമിനെ അണിനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിലേതായാലും ഇതൊരു ഹൈക്കമാൻഡിന്റെ കയ്യിലിരിക്കുന്ന ഒരു കോർട്ടിലിരിക്കുന്ന പന്താണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു എന്നതനുസരിച്ചിരിക്കും യഥാർത്ഥത്തിൽ ഇതിന്റെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൽ കിടന്ന് എന്ത് പറഞ്ഞാലും അടിസ്ഥാനപരമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അപ്പൊ അവർ എം പിമാർ മത്സരിക്കട്ടെ എന്നുള്ള സൂചന നൽകിയാൽ എം പിമാർ മത്സരിക്കേണ്ടി വരും. മത്സരിക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ അതിനേക്കൊരു ഹൈക്കമാൻഡിന്റെ കോർട്ടിൽ കിടക്കുന്ന പന്തിനെ കുറിച്ച് ഇവിടെ ചർച്ച നടത്തിയിട്ട് എന്തെങ്കിലും ഒരു ശ്രീകുമാർ മനയിൽ, നമുക്കറിയാം ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോഴും അതൊരു ഒറ്റയാൾ തീരുമാനമല്ല, അത് ഇവിടുത്തെ നിലപാടും ഇവിടുത്തെ പൊതു സാഹചര്യവും അറിഞ്ഞിട്ടാണ് നിർദ്ദേശങ്ങൾ ഉണ്ടാവുന്നത്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അത് തന്നെയാണല്ലോ. അപ്പോൾ ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു പാർലമെന്റ് സീറ്റിൽ വിജയിക്കുന്നതിനേക്കാൾ ഉപരി അടുത്ത തവണ ഭരണം പിടിക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു കാര്യം. കാരണം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അത്യന്താപേക്ഷിതമാണ്. അത് തന്നെയാണ് ആ ഒരു ടാർഗറ്റിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിലവിലുള്ള എം പിമാരിൽ ചിലർ നിയമസഭാ സ്ഥാനാർത്ഥികളായാൽ അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു മുഖം നൽകും, കൂടുതൽ പവർ നൽകും എന്ന തരത്തിലൊരു തോന്നൽ കോൺഗ്രസിൽ ആർക്കെങ്കിലും ഉണ്ടോ? അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടോ? അല്ല, ഈ എം പിമാർ മത്സരിച്ചു കഴിഞ്ഞാൽ അവർ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പേര് പറയുന്ന എം പിമാരെല്ലാം പ്രാദേശിക തലത്തിൽ വലിയ സ്വാധീനമുള്ളവരാണ്. അവർ കേവലം എം പിമാർ മാത്രമല്ല, എം എൽ എമാരിരുന്നവരാണ്, പ്രാദേശിക തലത്തിൽ വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. അവർക്ക് വേണം, അവർ മത്സരിച്ചാൽ ഒരു 5 എം പിമാർ മത്സരിച്ച നമ്മളിപ്പോ നിങ്ങളുടെ വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ 5-6 എം പിമാരുടെ പേര് പറഞ്ഞു എന്നാണ്. പക്ഷേ 5-6 പേര് മത്സരിച്ചാൽ അവർ ജയിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. കാരണം വെച്ചാൽ അവർ അത്രയും പ്രാദേശിക ബന്ധങ്ങളുള്ളതാണ്. പ്രത്യേകിച്ച് അടൂർ പ്രകാശിനെ പോലെ ഒരാൾ മത്സരിച്ചാലേ കോന്നി സീറ്റ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം അത് ജിനീഷ് കുമാറിനെ പോലെ ഒരു സി പി നേതാവിനെ നേടാൻ പറ്റിയ ഒരു മുഖം ഇപ്പോഴും അവിടെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അടൂർ പ്രകാശ് ഒരുപക്ഷെ കോന്നിയിൽ മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അദ്ദേഹത്തിനും ഇല്ല, സി പി എമ്മിന് പോലും ഇല്ല. പക്ഷെ അത് ഇപ്പോൾ ഈ പറയുന്ന പോലെ അടൂർ പ്രകാശിനെ നിർത്തി വേണോ അതോ ഒരു പുതിയ മുഖത്തെ പരീക്ഷിച്ച് ആ സീറ്റ് പിടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കോൺഗ്രസിൽ ഇനി ചർച്ച ചെയ്ത് ഇന്റേണലായിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ ചർച്ച എനിക്ക് പ്രീമച്വർ ആയിട്ടുള്ള ചർച്ചയായിരിക്കും. പ്രീമച്വർ ആണ് എന്ന് പറയുമ്പോഴും ഇത്തരം ചർച്ചകൾ എല്ലാവരും തുടക്കമിട്ട് കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അടൂർ പ്രകാശിൻ്റെ സാധ്യത കോന്നി, ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നത്. ഈ കോന്നിക്ക് സമാനമായ ഒരു കൃത്യ ഉദാഹരണമാണ് കോന്നിയും അടൂർ പ്രകാശും. കാരണം കോന്നി കിട്ടണമെങ്കിൽ അടൂർ പ്രകാശ് തന്നെ മത്സരിച്ചാൽ ഏറ്റവും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പാർലമെൻറ്റ് ആറ്റിങ്ങൽ സീറ്റിൻ്റെ പുതിയൊരാൾ വരട്ടെ എന്ന് കരുതി കോന്നി പിടിച്ചെടുക്കാൻ ഇത്തരമൊരു രാഷ്ട്രീയ തന്ത്രം പയറ്റുകയാണെങ്കിൽ സമാനമായ സാധ്യതയുള്ള മറ്റേതെങ്കിലും മണ്ഡലങ്ങളുണ്ടോ? ഉദാഹരണം, രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം പിയാണ്, പക്ഷേ അദ്ദേഹം ഉദുമ നിയമസഭാ മണ്ഡലം ആഗ്രഹിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ താൻ നിന്ന് ആ ഉദുമ പിടിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. ഇങ്ങനെ ചില പോയിന്റുകളുണ്ട്. ഉദാഹരണം, അടുത്ത തവണ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പോലും വിജയിക്കാനാവുമെന്ന് UDF ഉറപ്പില്ലാത്ത ചില സീറ്റുകളിൽ നിലവിലുള്ള സിറ്റിംഗ് എം പിമാർ മത്സരിച്ചാൽ പുതിയൊരു സാധ്യത തുറന്നേക്കാം. അങ്ങനെ കരുതാവുന്ന മറ്റു മണ്ഡലങ്ങൾ താങ്കൾക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ടോ ഏതെങ്കിലും? അല്ല, ഈ ഉദുമ പോലത്തെ മണ്ഡലങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയ തോതിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണ്, മുസ്ലിം വോട്ടുകൾക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. അപ്പോൾ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പൊതുവെ ധാരാളം മുസ്ലിം വോട്ടുകൾ കിട്ടുന്ന ഒരു നേതാവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം. അപ്പോൾ അദ്ദേഹത്തെ നിർത്തിയാൽ ഒരു പക്ഷേ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ ഇതിലെല്ലാം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴുള്ള നേതൃത്വത്തിന്റെ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം.
കാരണം ഈ പുതിയൊരാളെ നിർത്തി ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അവർക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ പുതിയ ആളെ പരീക്ഷിക്കട്ടെ. അതല്ല എംപിമാരെ നിർത്തിയാലേ ആ സീറ്റ് കിട്ടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ച് എംപിമാരെ കൊണ്ട് മത്സരിപ്പിക്കട്ടെ. ഈ ഒരു ഡുവലായിട്ടുള്ള ഒരു രണ്ട് വിമുഖമായിട്ടുള്ള സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ സാധ്യതകളെ ചർച്ച ചെയ്ത് അവസാന തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിൽ നിന്ന് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ അടിസ്ഥാന തീരുമാനം വരേണ്ടത് അവിടെ തന്നെ ആയതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹൈക്കമാൻഡ് ഉദാഹരണം പറഞ്ഞാൽ ഈ എംപിമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് അന്തിമമായി എത്തുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്ന് ആരുടെ അഭിപ്രായത്തിനായിരിക്കും ഇതിൽ ഏറ്റവും പ്രാമുഖ്യം ഉണ്ടാകുക? അത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം തന്നെ ആയിരിക്കില്ലേ ഏറ്റവും കാര്യമായി ഹൈക്കമാൻഡ് പരിഗണിക്കാൻ സാധ്യതയുണ്ടാവുക? ഇല്ല, അത് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം, നിയമസഭാ കക്ഷി നേതാവിന്റെ അഭിപ്രായം പരിഗണിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ നിന്ന് എത്ര വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഉണ്ട്? AICC സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ഉണ്ട്, പിന്നെ KPC അധ്യക്ഷനുണ്ട്. ഇവരെല്ലാവരെയും കൂട്ടായ അഭിപ്രായം കേട്ടതിന് ശേഷമേ ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ തീരുമാനം എടുക്കൂ. കേരളത്തിലെ AICC ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം കൂടെ കേട്ട ശേഷമേ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ പൂർണ്ണമായ തീരുമാനത്തിലെത്തൂ. കാരണം നമുക്ക് ഒരു വ്യക്തിക്ക് മാത്രം ഇത് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പണ്ടും കരുണാകരനും ആന്റണിയും തമ്മിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ അംഗീകരിക്കാറുള്ളത്. എപ്പോഴും ഒരു ഡുവൽ പോസിബിലിറ്റി അവർ എപ്പോഴും വയ്ക്കും. കാരണം കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ 3-4 പേരുണ്ട്. അപ്പോൾ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പരമോന്നത ബോഡിയാണ്. അതിനകത്ത് 3-4 പേര് കേരളത്തിൽ നിന്നുണ്ട്. അപ്പൊ അവരുടെ അഭിപ്രായവും നിയമസഭാ കക്ഷി നേതാവിന്റെ അഭിപ്രായം, KPCC അധ്യക്ഷന്റെ അഭിപ്രായം എല്ലാം ചേർത്ത് ക്രോഡീകരിച്ച് സാധ്യതകൾ അളന്നു നോക്കിയിട്ടായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുക. അതാണ് സംഭവിക്കാൻ വഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിയമസഭാ സീറ്റുകൾ ലഭിക്കണമാണ് പ്രയോറിറ്റി എങ്കിൽ ഒരുപക്ഷെ എംപിമാരെ നിർത്തിയേക്കാം. അതല്ല പുതിയ ടീമിനാണ് നിർത്തി അത് പിടിച്ചെടുത്ത് ഒരു പുതിയ മുഖം പാർട്ടിക്ക് ഉണ്ടാക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പുതിയ മുഖങ്ങളായിരിക്കും മത്സരിക്കാൻ നിൽക്കുക. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഈ പന്ത് വരുന്നത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലായതുകൊണ്ട് അടിസ്ഥാനപരമായ തീരുമാനം അവിടെ നടക്കുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾ അവർ കേൾക്കും, അതനുസരിച്ച് വിലയിരുത്തും. പക്ഷെ തീരുമാനങ്ങൾ അവിടെ നിന്ന് വരുള്ളൂ എന്ന് സംശയമൊന്നും. ഈ ശ്രീകുമാർ, ഈ കോൺഗ്രസ് എംപിമാർ മത്സരിക്കണമോ എന്ന വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം കൂടുതൽ നിർണായകമാകുന്നതിന് കാരണം പാർലമെൻറ്റ് സീറ്റിൽ ഒരു പരീക്ഷണം നടത്തി അവരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ നിയമസഭയിൽ മത്സരിച്ചാൽ സ്വാഭാവികമായി നിയമസഭാ അംഗങ്ങളായി തുടരേണ്ടി വരും. അപ്പോൾ പാർലമെൻറ്റിൽ ബൈ ഇലക്ഷൻ നടക്കും. അപ്പോൾ ആ ബൈ ഇലക്ഷനിൽ ജയിക്കുമോ ഇല്ലയോ എന്നത് ഒരു ഭാഗ്യപരീക്ഷണമായി അവശേഷിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ദേശീയ തലത്തിൽ ഒരു എഡ്ജുള്ള ഇടത്ത് അത് നഷ്ടപ്പെടുത്തുന്ന തീരുമാനമായി പോവാം അത് എന്നൊരു റിസ്ക് ഹൈക്കമാൻഡിന് മുന്നിൽ ഉണ്ടാവാം. ഒരുപക്ഷേ ഈ തീരുമാനത്തിൻ്റെ സങ്കീർണതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും അതുതന്നെ ആവാൻ സാധ്യതയില്ലേ? അല്ല, അതിലൊരു വേറൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ കേരള രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയം വിലയിരുത്തരുത്. കാരണം ഇവിടെ നിന്ന് ജയിക്കുന്നത് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും എംപിമാരായാലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ മുന്നിൽ നിൽക്കുകയും ഒരു BJP വിരുദ്ധ രാഷ്ട്രീയ ലൈൻ പിന്തുടരുകയും ചെയ്യും അഖിലേന്ത്യാ തലത്തിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ കക്ഷികൾ എന്നുള്ളത് ഭരണം കിട്ടുന്ന ഒരു അവസ്ഥയിൽ ഒരു ഏറ്റവും ലോയൽ ആയിട്ടുള്ള ഒരു അലയൻസ് ആണ് അവർ 2004 പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് അതൊരു കോൺഗ്രസിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ 5 സീറ്റുകളിലും കോൺഗ്രസ് എംപിമാർ മത്സരിച്ച 5 സീറ്റുകളിലും UDF തോറ്റു എന്നിരിക്കട്ടെ. അപ്പോഴും ദേശീയ തലത്തിൽ ഒരു BJP വിരുദ്ധ മുന്നേറ്റത്തിന് അത് തടസ്സമൊന്നും ആവില്ല. BJP വിരുദ്ധ മുന്നേറ്റത്തിന് തടസ്സമാകില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹൈക്കമാൻഡ് സമ്മതം മൂടിയേക്കാം. 1-2 സീറ്റ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. കാരണം ഇടതുപക്ഷമല്ലേ ജയിച്ചു വരും, നമുക്ക് ദേശീയ തലത്തിൽ അതൊരു അലയൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരേതായാലും BJP വിരുദ്ധ നിലപാടല്ലേ ഇടതുപക്ഷം എടുക്കുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഹൈക്കമാൻഡിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് ഒരു ആ രീതിയിലേക്ക് പോകാൻ സാധ്യത കുറവാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ശരി, ഒരു കാര്യം കൂടി, ഈ അടൂർ പ്രകാശിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞതുപോലെ നേരെ നമ്മൾ ബെന്നി ബെഹനാനിലേക്ക് വരുമ്പോൾ ബെന്നി ബെഹനാനും അദ്ദേഹത്തിന് നിയമസഭാ ആഗ്രഹമുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ച് UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ മന്ത്രിയാകാൻ ഏറ്റവും സാധ്യതയുള്ള വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് അത്തരമൊരു ആഗ്രഹമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തൃക്കാക്കര പോലെ ഉള്ള ഒരു സീറ്റിൽ അദ്ദേഹം ആഗ്രഹിച്ചാൽ അത് തെറ്റു പറയാൻ പറ്റുമോ? അതിൻ്റെ ഒരു സാധ്യത എത്രമാത്രമുണ്ട്? അല്ല, അദ്ദേഹം ആഗ്രഹിച്ച് തെറ്റു പറയാൻ പറ്റില്ല. കാരണം തൃക്കാക്കര മണ്ഡലം ഉണ്ടായതിനു ശേഷം ആദ്യം MLA ആളാണ് ബെന്നി ബെഹനാൻ 2011. അതിനുശേഷം അദ്ദേഹത്തിന് പാർട്ടിയിലെ പല ഇതുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് മാറേണ്ടി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയുള്ള കുറെ അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അദ്ദേഹം മത്സരിച്ചാൽ ഒരു പക്ഷേ ഈ സീറ്റ് ഒരിക്കലും CPM-ന് കിട്ടില്ല. അക്കാര്യത്തിൽ ഞാൻ എറണാകുളം ഈ തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടർ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ CPM-ന് ഇവിടെ പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം ഞാൻ പറയും, ഇതെല്ലാം നമുക്ക് വ്യക്തിപരമായിട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഈ പറയുന്ന നേതാക്കളെല്ലാം ബെന്നി ബെഹനാൻ ആയാലും അടൂർ പ്രകാശ് ആയാലും എല്ലാവരായാലും അതാത് പ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുള്ളവരാണ്. അവർ അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കി നിർത്താനൊന്നും കഴിയില്ല. മാത്രമല്ല അവർ നിന്നാൽ വിജയിക്കുന്നുള്ള കാര്യം അവർക്കും അറിയാം, CPM-നും അറിയാം, മറ്റുള്ളവർക്കും അറിയാം.
പക്ഷേ നമ്മൾ രണ്ട് സാധ്യതയുണ്ട്. പുതിയ ആളുകളെ നിർത്തി സീറ്റുകൾ പിടിച്ചെടുക്കാൻ പാർട്ടി കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. Yes. അതല്ല, അത് കഴിഞ്ഞില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വിജയിക്കാന്നുള്ളതാണല്ലോ, ഭരണം പിടിക്കാന്നുള്ളതാണല്ലോ പ്രയോറിറ്റി. അതെ അതെ. അപ്പോൾ ഏത് സാധ്യതയാണെങ്കിൽ ഉപയോഗിക്കാം, അത് തെറ്റൊന്നുമില്ല. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് തന്നെയാണ്. യെസ്, വളരെ നന്ദി ശ്രീകുമാർ മാനിയിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഈ സാധ്യത കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോഴും നിർണായകമാവുന്നത് ഹൈക്കമാൻഡ് നിലപാട് തന്നെയാവും. പക്ഷേ ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ നിലവിലുള്ള എം പിമാർ തന്നെ മത്സരിക്കുന്നതാണ് ഉചിതം എന്ന വിലയിരുത്തലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത്തരം സാധ്യതകളിലേക്ക് പോകും. കിരൺ, ഒരു കാര്യം കൂടി, നമ്മൾ അടൂർ പ്രകാശിൻ്റെ കോന്നി മണ്ഡലത്തിലേക്ക് അടൂർ പ്രകാശ് വരണം എന്ന ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുമ്പോൾ